വെള്ള നിറത്തിലുള്ള ആ ടീഷർട്ടുകൾ ഞങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നു. വംശീയമായ സ്റ്റാർ ഓഫ് ഡേവിഡ് ചിഹ്നവും അങ്ങേയറ്റം പ്രകോപനപരമായ വാക്യങ്ങളുമുള്ള ആ വസ്ത്രങ്ങളെ ഞങ്ങൾ ചുട്ടുചാമ്പലാക്കി. ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള 6ാം ഘട്ട ബന്ദി കൈമാറ്റം കഴിഞ്ഞ ദിവസം നടന്നു. പക്ഷേ കഴിഞ്ഞ 5 തവണയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഫലസ്തീൻ തടവുകാരെ വിട്ടയച്ചത് പുതിയ ഒരു വേഷത്തിലായിരുന്നു. പുതിയ ട്രാക്ക് സ്യൂട്ട് പക്ഷേ ഒരു വസ്ത്രം മാത്രമായിരുന്നില്ല. ഇസ്രായേലിന്റെ പകയും വിദ്വേഷവും തടവുകാരുടെ മേൽ ചാപ്പ കുത്തിയാണ് തടവുകാരെ ഇസ്രായേലികൾ കൈമാറിയത്. വംശീയ അടയാളമായി കണക്കാക്കപ്പെടുന്ന ഇസ്രായേൽ ദേശീയ പതാകയിലെ 6 കോണുകളുള്ള നീല നക്ഷത്രം അഥവാ സ്റ്റാർ ഓഫ് ഡേവിഡ് പതിച്ച ട്രാക്ക് സ്യൂട്ടാണ് ഫലസ്തീൻ തടവുകാർക്ക് ധരിക്കാൻ ഇസ്രായേൽ പ്രിസൺ സർവീസ് നൽകിയത്. ഇസ്രായേൽ പ്രിസൺ സർവീസിന്റെ കറുത്ത ലോഗോയും ഇതിൽ പതിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു പുറമെ വസ്ത്രത്തിന്റെ പുറകിൽ ഞങ്ങൾ മറക്കില്ല പൊറുക്കില്ല എന്ന കറുത്ത നിറത്തിലുള്ള അറബിയിൽ മുന്നറിയിപ്പ് വാചകവും പ്രിന്റ് ചെയ്തിരുന്നു. മനുഷ്യത്വപരമായി നടക്കേണ്ട ഒരു ബന്ദി കൈമാറ്റത്തെയാണ് ഇതോടെ ഇസ്രായേൽ പ്രകോപനപരമാക്കി തങ്ങളുടെ വെറുപ്പ് മുഴുവൻ പ്രകടിപ്പിക്കുന്നത്. സത്യത്തിൽ ഈ വാചകം എഴുതാനും പറയാനും ഏറ്റവും യോഗ്യതയുള്ളത് ഫലസ്തീനികൾക്കാണ്. പക്ഷേ അവർ അത്ര മനുഷ്യത്വമില്ലാത്തവരല്ലല്ലോ. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ആ ജനത തടവുകാരെ തിരിച്ചയക്കുന്നത് സമ്മാനങ്ങൾ നൽകിയാണ്. മറുവശത്തെ ഇസ്രായേലിൻ്റെത് ഇത്തരത്തിലുള്ള ഭീഷണികളാണ്. ജൂതമതത്തെയും അതിൻ്റെ ഐഡന്റിറ്റിയെയും കാണിക്കുന്ന ചിഹ്നമാണ് ഇസ്രായേൽ തടവുകാരുടെ ടീഷർട്ടിൽ പതിപ്പിച്ച സ്റ്റാർ ഓഫ് ഡേവിഡ്. ഇസ്രായേൽ ദേശീയ പതാകയുടെ മധ്യത്തിലും കാണുന്നത് 6 കോണുകളുള്ള ഈ നീല നക്ഷത്രമാണ്. 1897 സ്വിറ്റ്സർലാൻഡിലെ ബാസിലിൽ നടന്ന ആദ്യത്തെ സയനിസ്റ്റ് കോൺഗ്രസിലാണ് മധ്യകാലഘട്ടത്തിലെ പ്രാഗിൽ നിന്നുള്ള ഈ ജൂത ചിഹ്നത്തെ ഔദ്യോഗിക ചിഹ്നമായി ഇസ്രായേൽ അംഗീകരിക്കുന്നത്. പിന്നീട് ഫലസ്തീനികളെ കൊന്നൊടുക്കുന്നതിലൂടെ ഈ ചിഹ്നത്തെ വംശീയതയുടെ ചിഹ്നമായി കൂടി വിലയിരുത്തപ്പെട്ടു. പ്രകോപനപരമായ ഈ ടീഷർട്ടുകളിൽ വാചകം പുറത്തേക്ക് കാണാതിരിക്കാൻ ഏതാനും തടവുകാർ പുറംഭാഗം ഉൾവശത്തേക്കാക്കി മറിച്ചിട്ടാണ് ഈ ടീഷർട്ട് ഉപയോഗിച്ചത്. എന്നാൽ ഇതിൻ്റെ ചിത്രങ്ങൾ മുൻകൂട്ടി എടുത്തു വച്ചിരുന്ന ഇസ്രായേൽ പ്രിസൺ സർവീസ് പിന്നീട് ഇത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു. എന്നാൽ അതിർത്തി കടന്നെത്തിയ ആത്മാഭിമാനമുള്ള ഫലസ്തീനികൾ പിന്നാലെ ഈ വസ്ത്രം ഊരി വലിച്ചെറിഞ്ഞ് തീയിടുകയായിരുന്നു. ഗസയിലെ ഗാൻ യൂണിസിലുള്ള യൂറോപ്യൻ ഗാസ ആശുപത്രിയിലെത്തിയ ഏതാനും ഫലസ്തീനികൾ ഷർട്ടുകൾക്ക് തീയിടുന്ന ദൃശ്യം അൽ ജസീറ പുറത്തുവിട്ടിരുന്നു. സംഭവത്തിൽ കടുത്ത അമർഷമാണ് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ രേഖപ്പെടുത്തിയത്. നമ്മുടെ വീര തടവുകാരുടെ പിന്നിൽ വംശീയ മുദ്രാവാക്യങ്ങൾ വച്ചുകെട്ടി അവരോട് ക്രൂരതയോടും അക്രമത്തോടും കൂടി പെരുമാറിയ അധിനിവേശ കുറ്റകൃത്യത്തെ അപലപിക്കുന്നതായി ഹമാസ് അറിയിച്ചു. ഇത് മാനുഷിക നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് എന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇത് വംശീയ കുറ്റകൃത്യമാണെന്നാണ് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പ് പ്രതികരിച്ചത്. ഇതിനിടെ തടവുകാർക്ക് നൽകിയ വസ്ത്രത്തെ ചൊല്ലി ഇസ്രായേലിലും വിമർശനം ഉയർന്നിട്ടുണ്ടെന്ന് ഒരു ഇസ്രായേലി സ്രോതസ്സിനെ ഉദ്ധരിച്ച് ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ രാഷ്ട്രീയ തലത്തെ ഈ നീക്കത്തെക്കുറിച്ച് അറിയിച്ചിട്ടില്ലെന്നാണ് ഒരു സ്രോതസ് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേൽ ജയിൽ കമ്മീഷണർ കോബി യാക്കോബിയാണ് ഫലസ്തീനികളെ ഈ വംശീയ ടീഷർട്ട് ധരിപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം കൈമാറ്റം സുഗമമാക്കുന്ന ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് കൂടുതൽ മാന്യമായ മോചനങ്ങൾക്ക് ഇസ്രായേലിനോട് ആഹ്വാനം ചെയ്തു.